7ാം ക്ലാസ്സിലെ ഭിന്നസംഖ്യകൾ എന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ പേജ് നമ്പർ 42 ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ചില ചതുരങ്ങളുടെ നീളവും വീതിയും ചുവടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചതുരത്തിൻ്റെ നീളം വീതിയും തന്നിട്ടുണ്ട്. ഓരോന്നിൻ്റെയും പരപ്പളവ് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യത്തേത് 3.1/4 സെൻറ്റിമീറ്റർ, 4.1/2 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ഇത് നീളം, ഇത് വീതി അല്ലേ. അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ നീളം ഇൻറ്റു വീതിയാണ്. അപ്പോൾ അതായത് ചതുരത്തിൻ്റെ പരപ്പളവ് സമം നീളം ഇൻറ്റു വീതി. ഇവിടെ നീളം 3.1/4 സെൻറ്റിമീറ്റർ. അപ്പോൾ നീളത്തിന് പകരം നമുക്ക് എന്ത് എഴുതാം? പരപ്പളവ് സമം 3.1/4 ഇൻറ്റു 4.1/2. ഇങ്ങനെ വന്നാൽ നമ്മൾ മാറ്റുന്നത് മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് 3.1/4, അതായത് 3 ഇൻറ്റു 4 ചെയ്യുക പ്ലസ് 1, അതായത് 3 ഇൻറ്റു 4 പ്ലസ് 1 ബൈ ഇതിൻ്റെ എന്താണോ താഴെ നമ്പർ അത് തന്നെ. അപ്പോൾ 3 4 12, 12 പ്ലസ് 1 13. അപ്പോൾ ഇതിൻ്റെ ആൻസർ 13. പിന്നെ ഇതിൻ്റെ ഛേദം എന്താണോ വരിക അത് തന്നെ 13/4. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 13/4 ഇൻറ്റു ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ വരിക 4 2 8, 8 പ്ലസ് 1 9 അല്ലേ. ഇനി ഇങ്ങനെ എഴുതണമെന്നില്ല. ഈ നമ്പർ തമ്മിൽ ഇൻറ്റു ചെയ്യട്ടോ. 4 ഇൻറ്റു 2 8, 8 പ്ലസ് 1 9. 9 ഇതിൻ്റെ എന്താണോ ഛേദം അത് കൊടുക്കുക. 9/2. ഇനി ഇവ തമ്മിൽ ഇൻറ്റു ചെയ്യുക. 13-നെ 9 ഇൻറ്റു ചെയ്യുക. 4 2 ഇൻറ്റു ചെയ്ത് താഴെ എഴുതുക കേട്ടോ. അപ്പോൾ 13 ഇൻറ്റു 9 ചെയ്യുക. 9 3 27, ബാക്കി 2 9 9 117. അപ്പോൾ നമുക്ക് ഇവിടെ 117, 4 2 8. ഇത് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുക കേട്ടോ. ഞാൻ ഹരിക്കുക. ഇത് കറക്റ്റ് പോകില്ല. അപ്പോൾ നമ്മളിതിനെ മാറ്റി എഴുതാം. അപ്പോൾ 117-നെ 8 വെച്ച് ഹരിക്കുക. 8 8 11 8 പോയ ബാക്കി 3 37, 4 8 32, അത് ബാക്കി 5 അല്ലേ. 0. നമുക്ക് ആൻസർ ആദ്യം ഈ മുകളിൽ കിട്ടിയ ഹരണഫലം 14. പിന്നെ എന്താണോ ഇതിൻ്റെ ഛേദത്തിലുള്ളത് അത് താഴെ കൊടുക്കാം. ഇതിൻ്റെ ശിഷ്ടം എന്താണോ അതാണ് മുകളിൽ. 14 5/8. അപ്പോൾ ചതുരശ്ര സെൻറ്റിമീറ്റർ, ഇത് പരപ്പളവല്ലേ. അപ്പോൾ ചതുരശ്ര സെൻറ്റിമീറ്റർ ഇങ്ങനെ നമ്മൾ എഴുന്നേറ്റ് എഴുതി കൊടുക്കാം കേട്ടോ. അവിടെ സ്ഥലമില്ലാത്തപ്പോൾ ഞാൻ താഴെ എഴുതി. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. 5.1/3 മീറ്റർ, 6.3/4 മീറ്റർ. അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് നീളം ഇൻറ്റു വീതിയാണ്. നീളം ഇൻറ്റു വീതി. ഇവിടെ നീളം 5.1/3 മീറ്ററാണ്. അപ്പോൾ 5.1/3 ഇൻറ്റു 6.3/4. ഇതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ 5 3 15, 15 പ്ലസ് 1 16. അപ്പോൾ 16/3. ഇതിൻ്റെ താഴെ നമ്പർ തന്നെ കൊടുക്കുക. പിന്നെ 6 4 24, 24 പ്ലസ് 3 27, 27/. ഇതിൻ്റെ താഴെ നമ്പർ 4. നമുക്ക് ഇതുകൊണ്ട് ഇൻറ്റു ചെയ്ത് പിന്നെ ഇതായിട്ട് ഇൻറ്റു ചെയ്യുന്നതിന് പകരം ഇതിൽ 16 4 താഴെ മുകളിൽ വന്നിട്ടുള്ളതിന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ 16-നെ 4 വെട്ടാം. അപ്പോൾ ഇവിടെ 4 എന്ന് കിട്ടില്ലേ. പിന്നെ 27 3 ആണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് ഇൻറ്റു ചെയ്തിട്ട് പിന്നെ ഇതും ഇൻറ്റു ചെയ്തിട്ട് ഹരിക്കാം. അപ്പോൾ വലിയൊരു നമ്പറിനെ ഹരിക്കേണ്ടി വരും കേട്ടോ. അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. അപ്പോൾ 16 4 4 പ്രാവശ്യം 27 3 9 പ്രാവശ്യം അല്ലേ. 9 3 27. എന്ത് ചെയ്താൽ മതി? 4 ഇൻറ്റു 9 ചെയ്താൽ മതിയല്ലോ. 4 ഇൻറ്റു 9 9 4 36.
മീറ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്. 36 ചതുരശ്ര മീറ്റർ ആണ് കേട്ടോ. ഇനി അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിന്ന് ഒന്നിൽ തന്നെ. അപ്പോൾ അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1 മീറ്റർ നീളം, 3/4 മീറ്റർ നീളം, വീതി കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ പരപ്പളവ് കാണാം. ചതുരത്തിൻ്റെ പരപ്പളവ് സമം നീളം ഇൻറ്റു വീതി. അപ്പോൾ നീളമാണ് 1/3. അപ്പോൾ 1/3 ഇൻറ്റു 3/4. ഇതിനെ നമ്മൾ മാറ്റുക. 3 3 3 + 1 4 4/3 ഇൻറ്റു 3/4. ഇവിടെ നമുക്ക് 4 3 12 അങ്ങനെ ചെയ്യാം. 3 4 12 12/12 എന്ന് ചെയ്യാം. അപ്പോൾ 1 കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് 4 4 ഒരു പ്രാവശ്യം, പിന്നെ 3 3 ഒരു പ്രാവശ്യം. അപ്പോൾ 1/1 കിട്ടിയാൽ 1. 4 3 12 12, പിന്നെ 3 4 12 12/12 1 കേട്ടോ. അപ്പോൾ ഒരു ചതുരശ്ര മീറ്ററാണ് ഇത്, മീറ്ററിൽ പറഞ്ഞുകൊണ്ട്. അപ്പോൾ 1 ആൻസർ. ഒരു ചതുരശ്ര മീറ്ററാണ് കേട്ടോ. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വശങ്ങളുടെ എല്ലാം നീളം 1.5 മീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? സമചതുരത്തിൻ്റെ ഒരു വശം തന്നാൽ എല്ലാ വശവും തുല്യമാണ് അല്ലേ. അപ്പോൾ പരപ്പളവ് കാണാൻ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ്, അല്ലെങ്കിൽ വശം ഇൻറ്റു വശമാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് സമചതുരത്തിൻ്റെ പരപ്പളവ് എന്താ? വശം ഇൻറ്റു വശമാണ്. അപ്പോൾ വശങ്ങളുടെ നീളം എന്ത് തന്നിക്കണം? 1.5 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പരപ്പളവ് കാണാൻ 1.5 ഇൻറ്റു 1.5 അല്ലേ. 1.5. അപ്പോൾ ഇതിന് നമ്മൾ 1.5 മറ്റേ എഴുതുമ്പോൾ 1 ഇൻറ്റു 2 2 2 + 1 3 3/, ഈ 2 തന്നെ ഇൻറ്റു ഇതിലുള്ളത് 1 ഇൻറ്റു 2 2 2 + 1 3 3/2 3 9, പിന്നെ 2 ഇൻറ്റു 2 4 9/4. ഇതിന് നമുക്ക് 4. അപ്പോൾ ആൻസർ 2. പിന്നെ ഇതിൻ്റെ ശിഷ്ടം എന്താണോ അത് മുകളിൽ 1, പിന്നെ ഇതിൻ്റെ ഛേദം എന്താണോ 2 1/4 ആണ്. ഇത് മീറ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ചതുരശ്ര മീറ്ററാണ് കേട്ടോ. ഇനി ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഇങ്ങനെ അല്ലാതെ ചെയ്യുന്നതുകൊണ്ടല്ലേ, അതും കൂടെ പറയാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം 1 4 7 4 8 4 12. നമുക്ക് കിട്ടേണ്ടത് ഏതാണ്? 9 ആണ്. അപ്പോൾ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ താഴത്തെ നമ്പർ എടുക്കുക. 8 പ്ലസ് ഇതിലേക്ക്, ഈ 9ലേക്ക് എട്ടുന്നത് എത്രയാണ്? 1 ആണല്ലോ. 8 + 1. പിന്നെ ഇതിൻ്റെ എന്താണോ താഴെയുള്ളത് ഛേദം അത് കൊടുക്കുക. ഇനി 8നെ 8/4 പ്ലസ് ഇതിൻ്റെ 1/4. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഇങ്ങനെയും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവണ അത് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് 2 തരത്തിൽ ചെയ്യണം. 8/4 8 4 2 പ്രാവശ്യം 2 + 1/4. അതായത് 2 + 1/4 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 2 1/4. ഇതാ ഈ കിട്ടിയ ഉത്തരം അത് 1 തന്നെയാണ്. അപ്പോൾ ചതുരശ്ര മീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഇത് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ടീച്ചർ ഇത് പറയണോ അതെടുക്കാം. അപ്പോൾ അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്, ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 14 മീറ്റർ, അതിൻ്റെ പരപ്പളവ് എത്രയാണ്? സമചതുരത്തിൻ്റെ ചുറ്റളവ് തന്നാൽ അതിൻ്റെ ഒരു സൈഡ് കിട്ടിയാലാണ് നമുക്ക് എന്ത് പരപ്പളവ് കാണാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ സമചതുരത്തിൻ്റെ ചുറ്റളവ് 14 ആണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എന്താ വരിക? 4 സൈഡാണല്ലേ. 14/4. അപ്പോൾ സമചതുരത്തിൻ്റെ ചുറ്റളവ് 14 മീറ്റർ. വശം ഒരു സൈഡ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 14. അങ്ങനെ 4 സൈഡ് 14/4. അപ്പോൾ 14നെ
നമുക്ക് 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. 3 4 12 ബാക്കി 2. നമ്മളിതിനെ മാറ്റി എഴുതുമ്പോൾ 3. പിന്നെ ഇതിൻ്റെ ഛേദത്തിന് എന്താണോ വരാതെ തന്നെ പിന്നെ ഇതിൻ്റെ ശിഷ്ടം മുകളിലേക്ക് എഴുതാം. 3 2/4. ഈ 2/4 എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ചെറുതാക്കാറ്. 2/4 എന്ന് പറയുമ്പോൾ 2 ഒരു പ്രാവശ്യം, 4 2 2 പ്രാവശ്യം, 1/2 2 ഇതിനൊന്നുകൂടി മാറ്റി എഴുതുമ്പോൾ 3 2 പകരം 1 പിന്നെ 4 2 2 പ്രാവശ്യം 3 1/2. അതായത് സൈഡ് കിട്ടി 3 1/2. ഇതും നമുക്ക് മറ്റേ തരത്തിൽ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് 4ൻ്റെ ടേബിള് 4 8 3 4 12 പിന്നെ 4 4 16 അല്ലേ? നമുക്ക് കിട്ടേണ്ടത് 14 ആണ്. അപ്പോൾ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് താഴെയുള്ള നമ്പർ എടുക്കും. അപ്പോൾ 12 എടുത്തു. ഈ 14ലേക്ക് ബാക്കി 2 അല്ലേ? ഇതെന്താണോ ഇതിൻ്റെ താഴെ തന്നെ ഛേദം അത് കൊടുക്കുക. ഇനി 12/4 എന്നും 2/4 എന്നും എഴുതുക. 12 4 3 പ്രാവശ്യം, പിന്നെ പ്ലസ് 2 2 ഒരു പ്രാവശ്യം, 4 2 2 പ്രാവശ്യം, 3 + 1/2. അതായത് ഇത് തന്നെയാണ് 3 1/2. മീറ്ററിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 1/2 മീറ്ററുമാണ് ഒരു സൈഡ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പരപ്പളവ് കാണല്ലേ? പരപ്പളവ് സമം, അതായത് സമചതുരത്തിൻ്റെ പരപ്പളവ് സമം എന്താണ്? വശം ഇൻറ്റു വശമാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സൈഡ് കിട്ടി 3.5 മീറ്ററിന് അല്ലേ? പരപ്പളവ് സമം വശം ഇൻറ്റു വശമാണ്. അപ്പോൾ നമുക്ക് ഒരു സൈഡ് കിട്ടിയിട്ടുള്ളത് 3.5 മീറ്റർ എന്നാണല്ലേ? അപ്പോൾ അതിന് നമ്മൾ 3.5 ഇൻറ്റു 3 1/2. ഇതിനെ നമ്മൾ മാറ്റി എഴുതാം. 3 2 6 6 + 1 7 7/2. ഇത് 3 2 6 6 + 1 7 7/2. ഇതിൻ്റെ ഇൻറ്റു ചെയ്യുക. 7 × 7 49 2 × 2 4 49നെ 4 വെച്ചൊന്ന് ഹരിക്കുക കേട്ടോ. അപ്പോൾ 4 4 0 9 4 8 ബാക്കി ഒന്നുമില്ല. അപ്പോൾ നമുക്ക് മാറ്റി എഴുതുമ്പോൾ ഉത്തരം എഴുതുമ്പോൾ 12. ഇതിൻ്റെ ശിഷ്ടം എന്താണോ അത് മുകളിൽ, ഇതിൻ്റെ ഛേദം എന്താണോ അത് താഴെ. 12 1/4 ചതുരശ്ര മീറ്ററാണ് കേട്ടോ. അപ്പോൾ ഇതല്ലാത്ത തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്നും സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതല്ലാതെ ചെയ്യുന്നത് രണ്ടും കൂടെ എഴുതേണ്ട, ഏതെങ്കിലും ഒന്ന് എഴുതട്ടോ. അപ്പോൾ 49/4 എന്നല്ലേ കിട്ടിയത്. അപ്പോൾ നമുക്ക് 12 × 4 ചെയ്താൽ 40. 4 2 8 പോലെ 4 അല്ലേ? ഇനി 13 ഇട്ടാൽ അതിൽ വലിയ സംഖ്യ, അപ്പോൾ അത് ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ 48 എടുക്കുക. 48 പ്ലസ് ഇതിലേക്ക് 1 എത്ര ബാക്കിയുണ്ട്? 1/4 ഈ 4 കൊടുക്കുക. ഈ 48ന് 4 വെച്ച് ഹരിക്കല്ലോ. അപ്പോൾ 48/4 പ്ലസ് 1/4. ഈ 48ൽ എത്ര 4ആണ്? ഒരു പ്രാവശ്യം. 8 4 2 പ്രാവശ്യം 12 അല്ലേ? 12 പ്ലസ് 1/4 അതായത് 12 1/4 മീറ്ററാണ് കേട്ടോ. അപ്പോൾ 2 തരത്തിലും ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്ന രീതി എടുക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു.